ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ആ ദൈവത്തിന് നമ്മോട് സ്വാഗതിച്ചു. അപ്പോൾ ഇന്ന് അത് വായിച്ചതായ സങ്കീർത്തനമായ അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കും. യഹോവയെ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമല്ലണമേ. ഞാൻ ഇളയവന് ദരിദ്രനുമാകുന്നു, എൻ്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. കർത്താവെ, എന്നോട് കൃപയുണ്ടാകണമേ. ഇടപെടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ ഉള്ളത്തെ. ഇവിടെ ആ സങ്കീർത്തനാണ് ദാവീദ് പറയുന്നത്, യഹോവയെ ചെവി ചായ്ക്കണം, എനിക്ക് ഉത്തരമാണ്. ഞാൻ എളിയവനും ദരിദ്രനാകുന്നു, എൻ്റെ പ്രാണനെ കാക്കണമേ. ഞാൻ നിന്റെ ഭക്തനാകുന്നു. എൻ്റെ ദൈവമേ, നിങ്ങൾ ആശ്രയിക്കും. ഞാൻ ദൈവമേ, നിങ്ങൾ ആശ്രയിക്കുന്ന അടിയെ രക്ഷിക്കണം. ഇവിടെയൊക്കെ കർത്താവുമായിട്ട് ദൈവം ഒരു ബന്ധം. മറ്റുള്ളവരിലൂടെയല്ല ഞാൻ കടന്നു വരുന്നത്, പേഴ്സണലായിട്ട് ദൈവമായിട്ടൊരു ബന്ധം. അവിടെ പറയാ എൻ്റെ എന്ന് പറയുന്ന ഒരു ആത്മബന്ധം ദൈവമായിട്ടുണ്ട്. അവനവിടെ പറയുന്നത്, ഞാൻ നിന്റെ ഭക്തനാകുന്നു. ഭക്തനാകുന്നത് ആ ദാവീദ് പറയുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചതാണ് കാര്യം. കാരണം ഞാനൊരു ഭക്തനാണ് എന്ന് തിരിച്ചറിയുന്നത്. ഈ കഥ പറയുന്ന വിഷയം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-18. 2 കൊരിന്ത്യർ chapter 6 verse 17 and 18. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. அப்பொழுது நான் உங்களை ஏற்றுக்கொண்டு உங்களுக்கு பிதாவாயிருப்பேன், நீங்கள் எனக்கு குமாரரும் குமாரத்திகளுமாய் இருப்பீர்கள் என்று சர்வ வல்லமையுள்ள கர்த்தர் சொல்கிறார். അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെടുത്തി എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. 2 കൊരിന്ത്യർ 6-17-18 വാക്യങ്ങളാണ് വായിച്ചത്. കറക്റ്റ് ഒന്ന് വാക്യങ്ങൾ നിർത്തിയില്ല, 18 വാക്യങ്ങൾ 18 വായിച്ചില്ല. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചത്. ഓക്കെ, എനിവേ അത് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അശുദ്ധമായത് ഒന്നും തുടരുത് എന്ന വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പം അശുദ്ധമായതൊന്നും തൊടാതിരുന്നാൽ എന്ത് ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന പറയുന്നത്. അപ്പം ഈ അശുദ്ധമായത് തൊടണമെങ്കിൽ ഞാനത് കാണണം, കണ്ടെങ്കിൽ അതുവഴി ഇടപെട്ടെങ്കിൽ മാത്രമേ അതിലേക്ക് തുറവാൻ കഴിയുള്ളൂ. ജനങ്ങളിലെ കർത്താവ് ഒരു ഭക്തനായിരിക്കുമ്പോൾ കർത്താവിന് വചനം പറയുന്നു, അവൻ നമ്മളൊക്കെ എങ്ങനെ ആയിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് വെള്ള അഴിച്ച കല്ലറകൾക്ക് തുല്യമാകരുത് എന്ന ദൈവവചനം പറയുന്നത്. ഞാനിവിടെ വെള്ള വസ്ത്രം ഇട്ട് നിൽക്കുമ്പോൾ അവൻ പുറമെ ദൈവദാസനവും ഇവിടെയുള്ളവരും ഒക്കെ എന്നെ അറിയുന്നത് ഞാനൊരു ഭക്തനാണ് ജീവിക്കും. ഞാൻ എൻ്റെ ഇടപാട് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കൊണ്ടോ വിചാരിച്ചു എന്ന് പറയുന്നില്ല, ഞാൻ ഭക്തനാണെന്ന് എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നത്, ഞാൻ നീ പുറമെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ്, ഞാൻ ദൈവമല്ല. ഞാൻ പുറമെ നിങ്ങൾ വിലയിരുത്തുന്ന ഒരു ദൈവമല്ല. ഞാൻ നോക്കുന്നത് നിന്റെ ഹൃദയമാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2-3 എൻ്റെ നാമത്തിൽ, നാമത്തിൽ ദൈവനാമത്തിൽ. അവിടെ ദൈവനാമത്തിൽ കൂടി വരുന്ന മതി എവിടെയാ കർത്താവ് ഇടങ്ങി വരുന്നത്? അശുദ്ധമായ മനസ്സോടെ ഇരുമനസ്സോടെ ഇരിക്കുന്നവരുടെ ഇടയിലേക്ക് തമ്പുരാൻ ഇറങ്ങി വരുമോ? ഒരിക്കലും വരത്തില്ല. അശുദ്ധമായ ചിന്തകളോട് ഇരിക്കുന്നവരാണ്. ഇവിടെ പ്രശംസയിരിക്കുന്നു, പക്ഷേ വിചാരങ്ങൾ അകത്ത് നിൽക്കുക, പുറത്തു നിൽക്കുക. കർത്താവ് നിൽക്കുക, നീ ഇവിടെ പ്രശംസയായിട്ട് നിൽക്കുക. അതിന് 6 ദിവസം അധ്വാനിച്ചു 7-ാം ദിവസം വിശുദ്ധ വന്ന ദൈവത്തിന്റെ വചനം പഴയ ദൈവത്തിൽ പറയുമ്പോൾ ആ വിശുദ്ധമായ ദിവസത്തിൽ ദൈവസ്ഥനിൽ നല്ല കാര്യാദികൾ നോക്കാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ദൈവസ്ഥനിൽ ആത്മകഥന ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ പോകുന്നത് അവൻ നാളുകളിൽ ചൊല്ലി അവൻ അടുത്ത നിമിഷം എങ്ങനെയായിത്തീരും എന്നുള്ള ചിന്തകൾ, അവൻ ലോകത്തിന്റെ ചിന്തകൾ, അവൻ ജീവിതത്തിന്റെ മാർഗത്തേക്കുള്ള ചിന്തകൾ, വിചാരങ്ങളൊക്കെ നമ്മളെ ഭരിക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, അവൻ നിന്റെ ഹൃദയം ഇവിടെ അല്ലാതിരിക്കുമ്പോൾ, നിന്റെ ചിന്തകൾ ഇവിടെ അല്ലാതിരിക്കുമ്പോൾ, നിന്റെ വിചാരങ്ങൾ ഇവിടെ അല്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അവൻ നിന്നോടുകൂടെ വസിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നത്?
ഞാൻ എങ്ങനെയാണ് നിന്നുമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയാകണം. ഇന്ന് പലക്കാം നീയുമായിട്ട് നീ ഒരു ഫാക്ടറാണെന്ന് പറഞ്ഞാൽ, നീ ഒരു മകനാണെന്ന് പറഞ്ഞാൽ, എനിക്ക് പറയേണ്ട ഞാൻ വച്ചിരിക്കുന്ന ചില ക്വാളിറ്റികളുണ്ട്, ഞാൻ പറഞ്ഞിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ നിന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം കർത്താവ് ഞാൻ ആ ഫാക്ടറിന്റെ ആ നിലയിലേക്ക് എത്തുവാൻ, ആ അളവിലേക്ക് എത്തുവാൻ കർത്താവ് എന്റെ ദേവദാസൻ പറഞ്ഞതുപോലെ അവർ കൂടെ നടന്നു, വചനം കേട്ടു, അവർക്ക് പക്ഷേ അവർക്ക് തുറന്നില്ല. അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്ന ഭക്തിയുടെ അളവ് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണം ദൈവമേ. ഞാൻ ഇന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തിയുടേതായ അളവ്, ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തിയുടെ അളവ് പോലെ ആ മെഷർമെന്റ് അപ്പൊ അങ്ങയുടെ സ്ഥലത്തിൽ തെറ്റായിരിക്കാം. അപ്പൊ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും പാപങ്ങളും അവൻ അറിയാതെ പോയ മണ്ഡലങ്ങളും പാപത്തിന്റെ മേഖലകളും ഒക്കെ അവനെടുക്കുമ്പോ അപ്പൊ എന്റെ ചിന്തകളിൽ ഞാൻ ഭക്തനെന്ന് പറയുവാനിടയാകാതെ അങ്ങനെ വഴി കാണിച്ചു തരണം. അങ്ങനെ ആ ജീവന്റെ ജലത്തിനെന്നാൽ എന്നിൽ മേലൊന്ന് ഇറങ്ങുവാനിടയാണ്. ആ വചനം എൻ്റെ ഉള്ളിലേക്കൊന്ന് ക്രിയ ചെയ്യുവാനാണ്. അപ്പം ഞാൻ അത് കേവലം ഒരു മനുഷ്യരെ പോലെ ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭക്തനായ ഒരു പന്തകോസുകാരനായി ജീവിച്ച് മരിച്ച് അവൻ നമ്മൾ വിചാരിക്കും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുക, അവൻ എൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരവിടെ നിൽക്കുക, വീരപ്രവർത്തികൾ ചെയ്തവരവിടെ നിൽക്കുക. അവരോട് ഞാൻ പറഞ്ഞു, അതൊന്നും പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുമെന്നാ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവനാമത്തിൽ എന്ത് ചെയ്യാം, ഒരു വീര്യപ്രവർത്തിയും ചെയ്യുന്നില്ല, അത്ഭുതവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ പറയുക, ഞാൻ ഭക്തനാണെന്ന് പറയുമ്പോ ഒന്ന് ശോധന ചെയ്യണം. പുറമേ വേണ്ടപ്പ അഗ്നിജാലയ്ക്ക് തുല്യമായ കണ്ണുള്ളവൻ അവൻ നോക്കുമ്പോ എന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ വേണേ ആരും അറിയത്തില്ല, ആരും മനസ്സിലാക്കത്തില്ല, ആർക്കും ഗ്രഹിക്കത്തില്ല, ആർക്കും മനസ്സിലാകത്തില്ല. അവൻ എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ദുഷ്ടതയുടെ ആധികം എത്രത്തോളം ഉണ്ടെന്നും എൻ്റെ ദുഷ്ടചിന്തകൾ എത്രത്തോളം ഉണ്ടെന്നും ഞാൻ അവൻ ഇടപെടുന്ന മണ്ഡലങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ആരൊക്കെ അറിയത്തുള്ളൂ? എൻ്റെ തമ്പുരാന് മാത്രമേ ഉള്ളൂ. ആ തമ്പുരാൻ പറയുക, ഇന്ന് വലിക്കാൻ നിന്നോട് ഒരു കൂട്ടായ്മയ്ക്ക് വരുവാൻ എനിക്ക് മനസ്സില്ല. കാരണം നിന്റെ ജീവിതത്തിൽ ഇന്നും അശുദ്ധമായതൊക്കെ നിലയ്ക്കുക. നീ അതിനെ അവൻ എൻ്റെ രക്തത്തിൽ അഭയം ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവസ്ഥലേക്കുള്ള ആത്മാദമനം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നാൽ, ദിവസം ഇരുന്നാൽ, ഹൃദയം തകർന്നവരെ പോലെ ദിവസം ഇരുന്നാൽ, അവർ വാക്കുകൊണ്ട് ചെയ്തുകൊണ്ടപ്പ, പ്രവൃത്തി കൊണ്ട് ചെയ്തുകൊണ്ടപ്പ, സംസാരം കൊണ്ട് ചെയ്തുകൊണ്ട് ഒക്കെ വന്നുപോയ പാപത്തിന്റെ മണ്ഡലങ്ങളിൽ കിടക്കുക. ആ ഭക്തിയുടെ അളവിലേക്ക് ഒന്നെത്തുവാൻ ഒരു കൃപ എന്റെ മേൽ ആ അളവിലേക്ക് ഞാൻ ഭക്തനാണെന്ന് പറയുവാൻ തക്കണം ഒരു ലേവലിലേക്ക് എത്തുവാൻ കർത്താവേ എന്റെ ഹൃദയത്തെ അപ്പനൊന്ന് തുറക്കുവാൻ. ഞാൻ സിമ്പിളായിട്ട് പറയാം. ചിലപ്പോൾ നമ്മൾ ദൈവസ്ഥനെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ ജീവിതം ഒന്നാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഏകാഗ്രത ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നമ്മൾ ഇരുന്ന് പ്രസൻസിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവെ അനുഗ്രഹിക്കണമേ, വിജയിക്കണമേ. പക്ഷെ നമ്മുടെ മനസ്സ് ഇവിടെയാണ്. നമ്മൾക്കൊക്കെ ഫേസ് ചെയ്തില്ല. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, പ്രസൻസിൽ ചെയ്ത് പ്രാർത്ഥിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ ഊരാടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടാവും, പുറത്തായിരിക്കാം. അപ്പൊ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകും. നമ്മൾ വിചാരിക്കുന്നത് എന്താ, കർത്താവിന്റെ ഒരു പ്രസൻസ് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു, ദൈവം നമ്മൾ പ്രസാദിച്ചു എന്ന് പറയുക. പക്ഷെ ദൈവം എന്ത് ചെയ്യാം, ഹൃദയത്തെ നോക്കുന്നത്. ആ ടൈം പീരീഡിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കും, ആ ടൈമിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള അല്പസമയം നമ്മൾക്ക് ചെയ്യാം. നമുക്ക് വളരെ കർത്താവിന്റെ സമയം ഏറ്റവും പിശുക്കാണ് നമ്മൾ എന്ത് ചെയ്യാം, ദൈവസ്ഥനിൽ സമയം ചെലവഴിക്കുക. വളരെ കുറച്ച് സമയം കിട്ടുമെങ്കിൽ അത്രേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ചുരുക്കമായി 10 മിനിറ്റ് ആയി, 5 മിനിറ്റ് ആയി, അതുപോലും തരുവാൻ കഴിയാതെ, അതുപോലും നമ്മൾ കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കുവാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുക. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുക. എൻ്റെ യാത്ര എങ്ങോട്ടാണെന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ അതിന് മുമ്പിൽ നിന്ന് തകർന്ന ഹൃദയത്തോടാണ് എൻ്റെ ജീവിതം ഇനിയും ശരിയാകുവാനുണ്ട്, ജീവിതം ഇനിയും ക്ലിയർ ആകുവാനുണ്ട്.
ഞങ്ങൾ പറയുന്ന വഴിയിലേക്കൊന്ന് നടക്കുവാൻ ഇനിയും ഉണ്ടപ്പ. അങ്ങനെയോടൊന്ന് പണിയണമേ അപ്പ, അങ്ങനെയോടൊന്ന് സംസാരിക്കണേ അപ്പ. ഞങ്ങളൊക്കെ വിശുദ്ധ ദൈവത്തോട് ഞാൻ പറഞ്ഞു, അപ്പ അങ്ങ് സംസാരിച്ചെങ്കിൽ ആരെ എന്നോട് സംസാരിക്കുന്നത്? അങ്ങ് എന്നോട് ഇടപെട്ടില്ലെങ്കിൽ എന്നോട് സംസാരിച്ചെങ്കിൽ ആരാ എന്നോട് ഇടപെടുന്നത്? എന്നെ ആരാ നേരായ മാർഗത്തിൽ വഴി നടത്തുന്നത്? എനിക്ക് ആരാ ബുദ്ധി ഉപദേശിച്ചത്? അവനോട് സംസാരിക്കണം. എന്റെ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, എന്റെ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി തമ്പുരാനൊന്ന് ഇടപെടണമേ, തമ്പുരാനൊന്ന് സംസാരിക്കണമേ. ലോകത്തില് നന്മകൾ നേടിയിട്ട് ഇതിനേക്കാൾ സമ്പന്നരായ, നമ്മളെക്കാളൊക്കെ സമ്പന്നരായവരൊക്കെ ഈ ഭൂമിയിലെല്ലാം വെച്ചിട്ട് പോയപ്പോഴും അവരൊക്കെ എന്ത് ചെയ്യാം, അവരുടെ മകത്ത് അവിടെ ഒരു തലമുറകളായിരിക്കും, അടുത്ത തലമുറയായിരിക്കും, അതുകൊണ്ട് അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ആറ് ഓർമ്മ പോലും ഇല്ലാതെ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവും. അതാ ശരി. എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നമുക്കൊന്ന് കൊടുക്കണം, കർത്താവിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ആ സമയം വേർതിരിക്കുവാൻ വേണ്ടി തയ്യാറായ ആ ദാവീദ് പറഞ്ഞ ഒരു ഭക്തനായി കർത്താവ്, ഞാൻ നിന്റെ ഭക്തനാണ് പറയുന്ന ക്വാളിറ്റി പ്രാപിച്ചെടുക്കുവാൻ ഒരു കൃപ കർത്താവിന് വേണ്ടി സഹായിക്കണം. ദൈവം വേണ്ടി ബലപ്പെടുന്നത് കർത്താവ്, എനിക്കൊരു ഭക്തനായി എനിക്ക് ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ അശുദ്ധമായതെല്ലാം എൻ്റെ കുടുംബത്തിൽ അശുദ്ധമായതെല്ലാം നീങ്ങുക. എൻ്റെ തലമുറയിൽ ഒരിക്കലും അശുദ്ധം നിൽക്കുവാനിടയാണ്. കാരണം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരായി തീരുവാൻ, അവനെ ആരാധിക്കുന്നവരായി തീരുവാൻ, അവന്റെ സത്യത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാനല്ല, അവനെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു പ്രശംസായ നാമമാത്രമായ ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ വേണ്ടിയല്ല, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ജീവിച്ച് കാണിക്കുവാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം തമ്മിൽ പകരുവാനാണ്. ആ ഒരു പടിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അടുത്തൊരു പ്രവൃത്തി നടക്കത്തുള്ളൂ. അങ്ങനെ നെഹമ്യാവ് ഇരുന്ന് കരയുക. നെഹമ്യാവ് നല്ല അവസ്ഥയില്ല, പക്ഷെ ശൂന്യതകളുടെയും തകർച്ചകളുടെയും അനുഭവങ്ങൾ കണ്ടപ്പോൾ ഇരുന്ന് തകർച്ചയോടെ കണ്ണുനീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ചില പണികൾ നടക്കണം, ചില പണികൾ നടക്കണം. അത് ഞാൻ ഊന്നി പറയുക, നമ്മുടെ ദൈവസഭകൾ വീര്യപ്രവൃത്തികൾ കഴിഞ്ഞ നാളുകളൊക്കെ എനിക്ക് വലിയ ഭാരമാണ്. ഒരു വീഡിയോ കാണുന്നത്, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സ് എടുത്ത് വെക്ക്, അതിൻ്റെ ഫാക്ടത്തോട് വേണമെങ്കിൽ എനിക്കറിയില്ല. എങ്കിൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരം തോന്നുന്നു. ദൈവമേ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ വേണ്ടി ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കണം. അങ്ങനെ പ്രവാചകന്മാരുടെ ഇല്ലാത്തതിൻ്റെതായ മണ്ഡലമാണ്. ആമേ, ദൈവനാമത്തിന് വിരുദ്ധമായിട്ട് ആമേ കഥാവ് ആമേ വ്യാജത്തിന്റെ മണ്ഡലം നിൽക്കുമ്പോൾ അല്പം മാത്രം കൊണ്ടുവന്ന എന്തെയ്യാ, അവർ എല്ലാവരും വിട്ടിട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ ആത്മാവ് വിട്ടുപോയപ്പോൾ അങ്ങനെയുള്ള മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവസഭയിൽ ഇന്ന് അന്യം നിന്ന് പോകും. കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധമേ ഓരോ ദൈവസഭകളിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനങ്ങൾ വ്യാജത്തിൻ്റെതായ മണ്ഡലങ്ങൾ തകരണം. പ്രവാചകന്മാർ എഴുന്നേൽക്കണം. അവൻ വ്യാജമായി നിൽക്കുന്നവരെ അവനുള്ളിൽ വ്യാപിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ആ സെക്കൻഡിൽ പുറത്താക്കുവാനുള്ള അഭിഷേകമുള്ളവർ എഴുന്നേൽക്കുവാൻ വേണ്ടി ദൈവത്തിൽ പ്രാർത്ഥിക്കുവാനിടയാകണം. അതിന് ആത്മപ്രവർത്തിയോടെ കരയുവാനിടയാകണം. ആ പ്രഭാതത്തോട് അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയാകണം. ഇങ്ങനെയുള്ളവർ ഒരു മനുഷ്യൻ പോലും ഇവനുള്ളിൽ ഇപ്പോഴും കഥാവിന്റെ വചനം പറയുന്നു, അന്ധകാലഘട്ടങ്ങളെ നടുവേദിയാക്കാം. സാത്താനും വെളിച്ചതൂടെ വേഷം ധരിച്ച് അവൻ ദൈവസഭകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ സത്യമേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വിധത്തിലേക്ക് അവൻ കടന്നു വരുന്ന ശിശുക്കളായിരിക്കുന്ന അവൻ തന്റെ ഭക്തന്മാരെ തെറ്റിലേക്ക് അവൻ തള്ളിവിടുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന അപ്പ, ഇതിന് നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ തമ്പുരാനെ എഴുന്നേൽപ്പിക്കണമേ അപ്പ. ജീവദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാനാണ്. അങ്ങനെ വീര്യപ്രവൃത്തികൾ പറയുവാൻ പ്രവർത്തിക്കുവാനാണ് ഒരു കൂട്ടത്തെ നമ്മളെ എഴുന്നേൽപ്പിക്കുവാനാണ്. പത്രോസ് ചെയ്ത വീരപ്രവൃത്തികളും അപ്പോസ്തലന്മാർ ചെയ്ത വീരപ്രവൃത്തികളും ഒക്കെ നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, അത് നമ്മുടെ ഇടയിൽ നടക്കുന്നത്, പ്രത്യക്ഷത്തിൽ നടക്കുന്നത് കാണുവാത്ത ഒരു കൃപ തമ്മിൽ പറയുവാൻ
ഞങ്ങളുടെ മേൽ കർത്താവേ ആ പരിശുദ്ധമാവിന്റെ അളവ് ഒന്ന് തമ്മിൽ നൽകുവാനുണ്ട്. അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവസഭ തയ്യാറായാൽ അത് സംഭവിക്കുവാൻ്റെ ആയത്തിലും ദിനങ്ങളിലെ ചില ദിനങ്ങളിൽ ആമെ മണിക്കൂറുകൾ ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ആമെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയങ്ങളെ വേർതിരിച്ച് ദൈവത്തിൻ്റെ കാലഘട്ടത്തിലിരുന്ന നമ്മളെ കൊണ്ട് ദൈവവീര്യ പ്രവൃത്തികൾ ചെയ്യുവാൻ്റെ ആയത്തിലും. പക്ഷെ നെഹമ്യാവ് കരഞ്ഞതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഉപസിച്ചതുപോലെ കണ്ണുകളോടെ നിരുന്നതുകൊണ്ട് അവൻ ദൈവസ്ഥ കർത്താവേ ആത്മാവിന് ഒരു ഒഴുക്കത്തിന്റെ ആത്മാവിന് പകർച്ച പ്രവർത്തിയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന അവൻ കഥാവെ കഴിഞ്ഞ നാളുകൾ കഥാവ് തന്റെ ഭക്തന്മാർ ചെയ്യുന്നത് അവൻ പറഞ്ഞു പോകുവാനല്ല, ഞങ്ങൾ കഥാവിനെ നാമത്തിൽ ചെയ്തു എന്ന് പറയുവാണ്. അവൻ അങ്ങേ ഉയർത്തുവാനൊക്കെ ഒരു കൃപ അഭിഷേകം ഞങ്ങൾ മേൽ ആ ദൈവിക തീ അറിയുവാനാകണമെന്ന് ദൈവം സഹായിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളും അന്ധകാരത്തിന്റെ ശക്തികളും രോഗത്തിന്റെ ആത്മാവ് അവൻ ഭൂതങ്ങളും ഒക്കെ വേറ്റമാറി അവൻ ദേശങ്ങൾ വിടുതൽ അനുഭവത്തിലേക്ക് വരുവാനങ്ങൾ ഒരു കൃപ അഭിഷേകം നമ്മളെ പകരുവാൻ ദൈവത്തിനാക്കണം. ഞങ്ങളൊക്കെ കാണിപ്പിച്ചതുള്ളതായ ഒരു കാര്യമാണ്. അതെ, മുമ്പോട്ട് വരുവാൻ കഴിയാതെ മുമ്പോട്ട് നീങ്ങുവാൻ കഴിയാതെ ഒതുക്കിക്കളഞ്ഞ് നിർത്തുന്ന മണ്ഡലങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുവാൻ പറ്റാതെ വിധത്തിലേക്ക് നമ്മൾ വലിയ ആത്മമണ്ഡലത്തിൽ വലിയ പോരാട്ടങ്ങൾ നിൽക്കുവാനാണ്. എന്നോട് പറഞ്ഞിരിക്കാൻ യോസിക്കുക, പ്രാർത്ഥിക്കുക, ഇരിക്കുക. കഥാവിന്റെ കൃപയാ ദൈവത്തിന് അമ്മയിലൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുക. വാസ്തവകാലം പ്രാർത്ഥനയാലും അല്ലാതെ ഈ അന്യായ ബന്ധനങ്ങളും കെട്ടുകളും അടിയുവാനുള്ള കാലത്തല്ല ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടും. അവൻ മുളയിലേ നുള്ളുവാൻ വേണ്ടി സാത്താൻ പദ്ധതി കൊണ്ടിരിക്കുന്നു. നീ ആത്മീയത്തിൽ വളരരുത്, ആത്മീയത്തിൽ സ്റ്റെപ്പ് വെക്കരുത്, അവൻ ദൈവസഭ ഉയരരുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് അവൻ പകൽക്കാലം തിരിച്ചറിയണം. അവൻ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോ മണ്ഡലത്തിലേക്ക് അവൻ ദൈവത്തിന്റെ ആത്മാവ് നടത്തണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അവൻ ശക്തി കൊണ്ടുവരുന്ന ഒരു പദ്ധതി എന്താ? അവൻ ഇന്നലെ രാത്രി ദൈവാസം ദിവസനോട് കേട്ടതുപോലെ ആദ്യമേ നമ്മൾ തമ്മിലുള്ള ഒരുമയുണ്ടല്ലോ, ഐക്യതയുണ്ടല്ലോ, അതിനെ അങ്ങ് തമ്മിൽ ഈ പിശാചിനെ തകർക്കും. എൻ്റെ ഭൂമി ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവിടെ നമ്മുടെ ഐക്യതയില്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. അത് സാധാരണ എത്ര നന്നായിട്ടാണ് അത് കുടുംബത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും അത് പ്രാവർത്തിക മനത്തിലേക്ക് കൊണ്ടുവരും. അത് കൊണ്ടുവരാൻ വേണ്ടി ശത്രു പദ്ധതി പഠിക്കും. അത് വാക്കിൽ പിടിക്കും, പ്രവൃത്തിയിൽ പിടിക്കും, സംസാരത്തിൽ പിടിക്കും, ചിന്തയിൽ പിടിക്കും, ഇതെല്ലാം പിടിക്കും. അദ്ദേഹത്തിന് നമ്മളൊന്ന് തയ്യാറായി കൊടുത്താൽ, നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ, നമ്മൾ അനുവദിച്ചു കൊടുത്താൽ പിശാച് നമ്മളിലേക്ക് കയറുവാൻ ശിഷ്യൻ ദൈവത്തിന്റെ കൂടെ നടന്ന അവൻ ശിഷ്യന്മാരിലേക്ക്, പത്രോസിലേക്ക്, അവൻ യൂദയിലേക്ക് ഒക്കെ എന്ത് ചെയ്യാം പിശാച് കയറി. എന്തുകൊണ്ടാ? അവർ ദൈവത്തിന്റെ മക്കളല്ലായിരുന്നോ? ദൈവത്തിന്റെ ശിഷ്യന്മാരല്ലായിരുന്നോ? അവരെക്കാൾ വലിയവരാണോ ഞാനും നിങ്ങൾ? അതെ, അവരെ ലോകത്തിലെ ഏറ്റവും നല്ല ടീച്ചർ എന്ന് ദൈവദാസൻ പറഞ്ഞപ്പോൾ അവരെക്കാൾ അധികം നമ്മൾ ടീച്ചിങ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ അത്രത്തോളം അത്ഭുതം നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടും അവരുടെ ഉള്ളിൽ പിശാച് കയറിയെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തിന് ഓരോ ദിവസം ഓരോ നിമിഷങ്ങളും കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് ദൈവമേ അപ്പാ കർത്താവേ അങ്ങയുടെ പദ്ധതിക്ക് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ഉയർച്ച ഞങ്ങളുടെ വിചാരത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ചിന്തകളും അതിനെ ഇടിച്ചു കളയുക, അതിനെ തകർത്തു കളയുന്ന ഒരു കൃപ, ഒരു അഭിഷേകം തന്നെ നടക്കണം. ഞാൻ സമയം വേഗത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. സംഗീതത്തിൻ്റെ 11-ാമത്തെ വാക്യം. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കും. യഹോവേ, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം, ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണം. യെശയ്യാവിൻ്റെ 58-ാം അധ്യായത്തിൻ്റെ ഉപവാസത്തെക്കുറിച്ചും ന്യായബന്ധനങ്ങൾ നയിക്കുന്നതിനെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്നോട് ഇടപെട്ടതായ കാര്യങ്ങൾ യെശയ്യാവ് 58-ന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കും. യെശയ്യാവ് 58-ാം അധ്യായത്തിൻ്റെ 10, 11. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യും. 9 വായിക്കാം. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരവാണ്. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും.
മുഖവും വിരൽ കൂടുന്നതും വസ്ത്രത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നതിനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനൊന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥലത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ അവിടെ ദൈവത്തിൻ്റെ ആത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അന്യായ ബന്ധങ്ങളെ മുഖങ്ങളെ ഒക്കെ അഴിച്ച് ഉപവാസ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, ഉപവാസം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായ ആവശ്യമുണ്ട്. യഹോവ ഇപ്രകാരം ചെയ്യുന്നു, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നറിഞ്ഞു ചെയ്യുന്നു. മുഖവും വിരൽ ചൂണ്ടുന്നതും വശത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ, അപ്പം ചില കാര്യങ്ങൾ ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാവർത്തിക മതത്തിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ അതാ കർത്താവ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തെടുക്കണം. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ ചെയ്തെടുക്കണം. ഇന്ന് ആദ്യം പാടിയ പാട്ടുകളുടെ കുറേ അത്ഭുതങ്ങൾ അവിടെ നമുക്ക് പാടി ദൈവമഹത്വപ്പെടുത്താൻ. അവിടെ എല്ലാം തൻ്റെ ഭക്തന്മാർ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോഴാണ് ദൈവത്തിന് അത്ഭുതം കാണുവാൻ പറ്റുന്നത്. നമ്മൾ നമ്മുടെ പാട്ട് ചെയ്യുവാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുവാൻ വേണ്ടി ദൈവത്തിന് എന്ത് ചെയ്യാം? അവിടെ പറയാൻ നീ കാണിക്കുകയും കഷ്ടരിക്കുന്നതിന് തൃപ്തി വരികയും ചെയ്യുന്നത് നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. അപ്പം ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തന്നില്ല. ഇരുട്ടായി നിൽക്കുന്ന, അടുത്തത് ഡാർക്കായി നിൽക്കുന്ന മണ്ഡലമാണ്. അത് നല്ലതാണെന്നോ തീരാണെന്നോ കറക്റ്റായിട്ടുള്ള പാതയാണെന്നോ നമുക്കറിയില്ല. പക്ഷേ ആ ഇരുട്ടിൽ ഒരു പ്രകാശം ഉദിക്കണം. ആ ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ ഇറങ്ങണമെങ്കിൽ നമ്മൾ ക്ലിയറാണ്, നമ്മൾ റെഡിയാണ്, നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ പാട്ടൊന്ന് ക്ലിയറായാൽ നമ്മുടെ ഇരുട്ടണ മനത്തിലേക്ക് എന്ത് ചെയ്യാം? ദൈവം ഇറങ്ങും. അവിടെ പ്രകാശമായി ഉദിക്കുവാനായിട്ട് അവിടെ എന്ത് ചെയ്യാം? ഇരുള് മാറി മധ്യാഹ്നം പോലെ ആയി. എത്ര ഇരുട്ടായിരുന്നാലും ശരി, അത് നട്ടുച്ചത്തെ വെയിൽ പോലെ അവിടെ എന്ത് ചെയ്യാം? നിനക്ക് പ്രകാശമായിട്ട് ദൈവത്തിന് ആത്മാവ് നിന്നെ വഴി നടത്തുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ അന്തരങ്ങളിൽ ഇരുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, കർത്താവിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് പ്രവൃത്തി ചെയ്തു തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യാം? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുവാനായിട്ട് നമ്മളുടെ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങും, ആ അഭിഷേകം ഇറങ്ങും. നമ്മളുള്ളിൽ കർത്താവ് ലോകത്തിന് വെളിച്ചമായവൻ നമ്മളിൽ വസിക്കും. എവിടെ വസിക്കും? അശുദ്ധമായുള്ള ഒരു ഹൃദയത്തിലും തമ്പുരാൻ വസിക്കുവാൻ ഇറങ്ങി വരത്തില്ല. അശുദ്ധമായ ഇടത്തു തമ്പുരാൻ നിൽക്കത്തില്ല. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി വിശുദ്ധമുള്ളതായ ഒരു പാത്രമായി, ഒരു ഹൃദയമായി, ഒരു ശരീരമായി നമ്മൾ തീർത്താൽ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വസിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മുടെ ആത്മാവ് ഉള്ളിൽ വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടും നിൽക്കത്തില്ല. നമ്മൾ പോകുന്ന പാത തമ്പുരാൻ കാണിച്ചു തരും. വഴി ഇതാണെന്ന് പറഞ്ഞു തരുന്ന ആ ദൈവിക ശബ്ദം അവനെ കേൾക്കും. വളരെ ക്ലിയർ ആയിരിക്കും. എന്ത് ചെയ്യാം? മിന്ന നടക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങോട്ടാണോ അങ്ങോട്ടാണോ എങ്ങനെയാ പോകേണ്ടത് ഒരു കൺഫ്യൂഷനും തമ്പുരാൻ വരത്തില്ല. അവിടെ എല്ലാം ക്ലിയർ തന്നെ വളരെ വിഷനോടെ തമ്പുരാൻ വഴി നടത്തും. മകൻ ഇതാ വഴി, ഇങ്ങനെ നടന്നു, ഇതാ വഴി, ഇങ്ങനെ നടന്നു. ഇങ്ങനെ ആത്മാവ് ഇടപെട്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ തമ്പുരാൻ ആത്മാവിനോട് ഇടപെട്ടെങ്കിൽ നമ്മളോട് ഇടപെടണം. എന്തുകൊണ്ട് ആത്മാവ് ഇടപെടാതിരിക്കുന്നത്? നമുക്ക് താല്പര്യമില്ല. നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇടയല്ല. സ്റ്റെപ്പ് വെക്കുവാനെന്താണ്? പിന്നെയും പറയുക ബന്ധനമാ, കെട്ടുകളാ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നും പരിതപിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവര് പറഞ്ഞും കുറ്റം പറഞ്ഞു നിൽക്കുക. ആദ്യം ആരുടെ ബന്ധനം അഴിയണം? നമ്മുടെ ബന്ധനം അഴിയണം. നമ്മുടെ ബന്ധനം അടിച്ചിട്ട് വേണം കുറ്റം പറയാൻ വേണ്ടിയിരിക്കണം. ആദ്യം നമ്മൾ ക്ലിയർ ആവേണ്ടത് ക്ലിയർ ആവുകയാണ്.
കർത്താവിന് വേണ്ടി വിലമെടുക്കുവാൻ, അത് ദൈവത്തിന് വേണ്ടി സന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ. ആമേൻ. കർത്താവിന്റെ സന്നിധി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അശുദ്ധമായത് തുടരുത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സമയത്ത് എടുക്കുന്ന മണ്ഡലം ഏതാണെങ്കിൽ അത് മൊബൈൽ ആയിരുന്നാലും ശരി, അത് യൂട്യൂബ് ആയിരുന്നാലും ശരി, ഏതെല്ലാം മേഖലകൾ അത് സ്റ്റോപ്പ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുവാൻ ഇന്ന് അവൻ തയ്യാറായ ദൈവത്തിന്റെ പ്രവർത്തിപ്പെടുത്തുക. അത് ചെയ്യാതെ ഇരുന്ന് വന്നിട്ട് വീണ്ടും എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ ജീവിതത്തിൽ കുടുംബത്തിന് അന്തരമാണ്, കെട്ടുകളാണ്, അത് അഴിക്കണമേ ദൈവദാസ എന്ന് പറഞ്ഞ ഓരോ പ്രവൃത്തിയും അവിടെ നടക്കട്ടെ. ഓരോ പ്രവൃത്തിയും ദൈവത്തിന്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ. വീണ്ടും 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 അടിക്കാൻ ആര് തമ്പുരാൻ അനുവദിക്കും. കാരണം ഞാനും നിങ്ങൾ ശരിയായ പറ്റത്തുള്ളൂ. ശരിയാവുന്ന നമ്മുടെ തമ്പുരാൻ അടുപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. പക്ഷെ അവിടെയും കഥ പറയും എന്നും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, പരിശുദ്ധാത്മ എന്നും ഈ ആലോചന കേൾപ്പിച്ചുകൊണ്ടിരിക്കത്തില്ല, എന്നും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കത്തില്ല. ഇന്നും ശരിയാവാനുള്ള മേഖലകൾ ശരിയായ അവൻ തമ്പുരാൻ നിറയ്ക്കുവാൻ വേണ്ടി ഇറങ്ങി വരും. വിഷയങ്ങൾ അന്ധകാരത്തിന്റെ മതത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഇറങ്ങി വരും. കുടുംബത്തിന്റെ അന്തരത്തിന്മേൽ വലിയ വിടുതൽ വ്യാപരിക്കുവാനായിട്ട് അവൻ ദൈവസഭയുടെ അതിനെ തമ്പുരാൻ വിശാലമാക്കാം. പക്ഷേ ഇറങ്ങി നിൽക്കുവാൻ വേണ്ടി ഒരു ഫാക്ടറി തമ്പുരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ദേശത്തിന് കാവൽ നിൽക്കുവാൻ വേണ്ടി അവൻ ഞാൻ നിൽക്കുമെന്ന് തമ്പുരാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വരിക്കാൻ ഞാൻ ഇതാ അടിയനിതാ എന്ന് പറയുവാൻ അവൻ തയ്യാറായിരുന്നു. അടുത്ത വാക്കിനെ വളരെ ഏറെ സന്തോഷിപ്പിച്ച് അടുത്ത പറയാം, മധ്യാഹ്നം വരെ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണദിനത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീലപോലെയും യഹോവയെ നീ എല്ലായ്പ്പോഴും നടത്തുക. സകലത്തെ ഉളവാക്കിയ, സകലത്തെ സൃഷ്ടിച്ച കർത്താവ് പറയാം എല്ലായ്പ്പോഴും വെള്ളമെടുത്ത്. അതെ, രാജാതി രാജാവ് നമ്മോട് കൂടെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ് അല്ല പോഴി എന്നെ നടത്തിയ പോരപ്പ, ഇടവേളകളിൽ എന്നെ നടത്തിയ പോരപ്പ. അങ്ങനെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലായ്പ്പോഴും നടത്തുന്നു. കർത്താവ് എല്ലായ്പ്പോഴും തമ്പുരാൻ നടത്തണം. എൻ്റെ ജീവിതത്തിൽ അശുദ്ധി നിന്ന തമ്പുരാൻ, എൻ്റെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ തമ്പുരാന്റെ സാന്നിധ്യമുണ്ട്. ദാവീദ് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തടത്തേക്ക്, മോശ പറഞ്ഞു ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തടത്തേക്ക് എന്നെ അയക്കരുത്. അങ്ങനെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ സാന്നിധ്യത്തിൽ നിന്ന് നിർത്തുവാൻ കഴിഞ്ഞാൽ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞാൽ, കർത്താവ് പറയാം നിന്നെ എല്ലായ്പ്പോഴും നടത്തും. കർത്താവ് നടത്തിയവരെങ്കിലും കരാജയപ്പെടുന്നത് ഒരിക്കലും. കർത്താവ് നടത്തുന്നവരെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരും. ഞാൻ പറഞ്ഞ ഭൗതിക മണ്ഡലത്തിലോ വേറെ മേഖലത്തിലല്ല, ആത്മമണ്ഡലത്തിലോ ഒരു ജീവിതം. നിങ്ങൾ വീണ്ടും സന്തോഷിപ്പിക്കും. ഞാൻ പിന്നെ പറയുന്നത് കഷ്ടത്തിലിരിക്കുമ്പോഴാണ്, ഭാരത്തിലിരിക്കുമ്പോഴാണ് അവർ പറയുന്നത്. ആ തലത്തിലേക്ക് എത്തുവാൻ കർത്താവ് പണിതെടുക്കുക. അവർ ഭൗതിക മണ്ഡലത്തിലോ ശാരീരിക മണ്ഡലത്തിലോ ഒന്നുമല്ല അവർ സന്തോഷം കണ്ടെത്തുന്നത്. അതേപോലെ ഞാൻ നമ്മൾ ചിന്തിക്കുന്ന ബെഞ്ച് മാർക്ക്, നമ്മൾ വെച്ചിരിക്കുന്ന അളവുകോല്, ഭക്തിയുടെയും സമൃദ്ധിയുടെയും അളവുകോല്, അവൻ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്ത അളവുകോലും വ്യത്യാസമാണ്. അത് ചേഞ്ച് ആണ്. ഞാൻ സന്തോഷിക്കുകയും ഞാൻ ആനന്ദിക്കുകയും ചെയ്യുന്നത് ഞാൻ സമൃദ്ധിയിലേക്ക് നടക്കുമ്പോൾ, എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകുമ്പോൾ, ഞാൻ ദേശത്തിൽ ഉന്നതനാകുമ്പോൾ, ഞാൻ എല്ലാവരും വാഴ്ത്തപ്പെട്ടവൻ എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പറയും ദൈവം അനുഗ്രഹിച്ചു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ പറയും ദൈവം അനുഗ്രഹിച്ചിരിക്കുക. കഷ്ടത്തിലിരിക്കുന്ന അപ്പോസ്തലനോട് ചോദിച്ചാൽ, അടിയറ്റം സഭാരോസനോട് ചോദിച്ചാൽ, കല്ലേറ് കൊടുത്തവനോട് ചോദിച്ചാൽ, അവൻ നിർത്തുവാൻ അവർക്ക് തോന്നരുതേ എന്ന് പറഞ്ഞു. ഹൃദയത്തിന് ചേഞ്ചസ്, ഹൃദയത്തിന് നമ്മളും അവരും തമ്മിൽ വ്യത്യാസം, ഒരു ആഴം എത്രത്തോളം തിരിച്ചറിയുവാൻ ഒരു കൃപ തമ്മിലെ പറയുവാൻ. അതാ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയമായി ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് തടസ്സമായി നിൽക്കുന്നത്. നമ്മളും അവരും തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ ഒരുപാട് വ്യത്യാസമായി പോയി. ഇന്ന് അവയെല്ലാം ബിസിനസ്സിന് വേണ്ടി മാത്രമാക്കി നിർത്തുക. ആത്മീയ മണ്ഡലങ്ങൾ പോലും ബിസിനസ്സിന് വേണ്ടി മാത്രം രോഗസൗഖ്യ കർത്താവ് പറയുന്നു. എന്നോട് കർത്താവ് കഴിഞ്ഞ നിങ്ങളൊക്കെ പറയുന്നു, സൗജന്യമായി ലഭിച്ചു
സൗജന്യമായി കൊടുക്കുക. ഇന്ന് വീണ്ടും അറിയുക, ഒരു കൃപാവരവിന്റെ ലോക സൗഖ്യമായിട്ട് പ്രവചനമായിട്ട് നമ്മുടെ ഓരോരുത്തരും വഴി നടത്തുവാൻ ദൈവം വിശ്വസ്തന. ഒരു റിയാല് പോലും വാങ്ങാതെ അത് സൗജന്യമായി ചെയ്യുവാനുള്ള ഒരു കൃപ, ഒരഭിഷേകം ഞങ്ങളെ അങ്ങ് തന്നത് അത് വെച്ചിട്ട് വ്യാപാരം ചെയ്യുവാൻ വേണ്ടിയല്ല, അങ്ങനെ വെച്ചിട്ട് പ്രശംസ എടുക്കുവാൻ വേണ്ടിയല്ല. കർത്താവ് പറയുന്നു, നീ സൗജന്യമായി തന്നത് സൗജന്യമായി കൊടുക്കവേ കർത്താവിന് സൗജന്യമായി പ്രാപിച്ചിട്ട് ഞാൻ ഈ ലോകത്തിന് അത് വ്യാപാരം ചെയ്ത് സമ്പത്ത് നൽകുമ്പോൾ എന്നെ പോലെ അരിഷ്ട മനുഷ്യൻ ആരുണ്ട് എന്നാണ് ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ കർത്താവെ, ആ കൃപാവരങ്ങളൊക്കെ ഇനിമേൽ തമ്മിലെ പതിരുവാൻ നിറയ്ക്കുവാൻ നിങ്ങൾ വിശ്വസ്തത ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അതൊക്കെ തപ്പനം നമ്മളിൽ മേൽ ഓരോരുത്തരും മേൽ നിറയ്ക്കും. പക്ഷേ വ്യാപാരം ചെയ്യുവാൻ പോകും വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് അതൊക്കെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകാതെയാണ്. അതൊരിക്കലും കർത്താവെ നമ്മുടെ നാശത്തിന് കാരണമായി ചെയ്യാതെ അത് ലഭിച്ചത് എന്ത് ചെയ്യുക, അത് സൗജന്യമായി തന്നെ അത് അനേകൊക്കെ പ്രയോജനമായി തീരുന്നതിലേക്ക് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കർത്താവിന്റെ നാമം ഉയരുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുവാനുള്ള ഒരു കൃപ, അഭിഷേകം ഇതിനെ തമ്മിൽ പകരുവാനാണ്. ആ കാഴ്ചപ്പാടിലേക്ക് ദർശനങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുവാനാണ്, സഹായിക്കുവാനാണ്. ഞാൻ നിന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഞാൻ നടന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഞാൻ ഇനിയും ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് എന്ന് പറയുന്ന ഒരു കൃപ, അഭിഷേകം ആ ക്രിസ്തു നമ്മളെ വഴി നടത്തുവാനായിട്ട്, ആ ദൈവം നമ്മളെ വഴി നടത്തുവാനുള്ള കാര്യത്തിലാണ്. അപ്പൊ ദൈവം ഒരു ഭക്തനായ ദാവീദ് പറഞ്ഞ ഒരു കഥാവ്, ഞാൻ ഭക്തനാണെന്ന് പറയുമ്പോൾ അപ്പൊ ആ ലേവലിൽ നിൽപ്പാൻ ഒരു കൃപ തമ്മിൽ അശുദ്ധി എല്ലാം നിന്റെ ജീവിതത്തിൽ നീങ്ങി മാറുന്നത് അല്ലാതിരിക്കുന്ന ഒരു പൂർണ്ണതയിലേക്ക്, അല്ലാതിരിക്കുന്ന അളവിലേക്ക്, പ്രാർത്ഥനയുടെ മണ്ഡലത്തിലേക്ക്, ആരാധനയുടെ മണ്ഡലത്തിലേക്ക്, എന്റെ കുടുംബ ജീവിതത്തിൽ ഒക്കെ ദൈവമേക്കാൾ അത് കാണുവാനാക്കണം. എനിക്ക് ഉപസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മനിർഭരം ചെയ്യുവാനും ശൂന്യതകളെ കണ്ടത് ദൈവത്തിൽ നിന്ന് കരയുവാനും ഒക്കെ ഒരു മനസ്സ്, ഒരു ഹൃദയം നമ്മൾ നൽകുവാനാണ്. അതിനുവേണ്ടി നമ്മളെയൊക്കെ ഒരുക്കുവാനാണ്. അപ്പൊ കേവലം ജീവിച്ച് മരിച്ച് ദൈവമേക്കാൾ പോകുവാനല്ല. കർത്താവ് ചോദിക്കുക, നിന്റെ മുമ്പിൽ ഇതൊക്കെ വിഷയമായിട്ട് കാണിക്കുമ്പോൾ കർത്താവ് നിനക്കൊരു ഭാരമില്ല, നിനക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിനക്കൊരു പ്രയാസമില്ലേ? നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി നീ ജീവിക്കുന്നതിനെ പോലെ ആയി പോകാതെ കർത്താവിന്റെ സ്ഥലത്തേക്ക് ആത്മാതപനം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ കടത്തായാൽ ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനായിട്ട് ആ ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ദൈവം സഹായിക്കുവാനാകട്ടെ. ആ മിത്രങ്ങൾ പറഞ്ഞ് ആ ദിവസം ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്.